എടാ ഇങ്ങേരുടെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ ജീവിക്കാൻ തോന്നണം. ശരിയാ. ഞങ്ങളുടെ സ്റ്റണ്ട് മാസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഈ ഫൈറ്റ് സീനിനൊക്കെ മുമ്പ് ഇങ്ങനത്തെ പാട്ട് കേട്ടിട്ട് വന്ന് ചെല്ലുകയാണെങ്കിൽ ഒരു ഉഷാറാണ്. നല്ല രസമാണ് പുള്ളിയുടെ പാട്ടൊക്കെ കേൾക്കാനും. ആണല്ലേ? അതുകൊണ്ട് നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു ഫൈറ്റിന് പോകണം, നല്ല രസമായിരിക്കും. ഞാൻ ശരിക്കും മദ്രാസിലായിരുന്നു സാറേ. എനിക്ക് ഈ സിനിമയിലൊക്കെ ഈ സ്റ്റണ്ടിന്റെ സീൻസ് ഒക്കെ ഇല്ലേ, അത് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങള് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു 19-60 സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ നീ എന്തിനാണ് ഈ പാട്ട് വിട്ടു കൊടുക്കണേ? നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലേ? അത് പിന്നെ ഞങ്ങള് പണ്ടേ ഇവിടെ ഫിലിം ഷൂട്ടിന്റെ ടൈമിലൊക്കെ അവിടെ വെച്ച് ഞങ്ങൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞങ്ങളുടെ അടുത്തൊരു ആള് എന്നെ രക്ഷിക്കാൻ വന്നപ്പോഴത്തേക്കും പുള്ളി മരിച്ചു. അപ്പൊ അങ്ങനെ വന്ന് സ്റ്റേജ് ആയപ്പോ മാസ്റ്ററിന് അടുത്ത ജോലി പോയി. പിന്നെ എല്ലാരെയും പറഞ്ഞു വിട്ടു. പിന്നെ ഇടയ്ക്ക് ആയി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ആകെ ഒരു ദുരന്ത കഥയാണ്. നീ എന്ത് ദുരന്താടാ? ഒരുത്തനൊരുത്തന്റെ ദുരന്തം പറഞ്ഞോണ്ടിരിക്കണ്ട. അയ്യോ വേണ്ട, ഞാൻ കുടിക്കില്ല. കൂടാതെ എന്റെ വണ്ടിയിൽ അങ്ങനെ ആരും ഒന്നും കുടിക്കാറുമില്ല. എന്നാ ഇനി തുടരും. ഈ കാർ ഒരു ബാറാകട്ടെ. വഴി എത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ലല്ലോ. വഴി വെടുപ്പാണോ അല്ലെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. നീ വണ്ടി പൊന്നെ കഴിവേര് സാറേ, സോറി ബെന്നി സാറേ, എന്തോ നീ പറയണത്? കണ്ടുകൂടിയത് ഇത് മൊത്തം കുഴിയാ. അതിന്റെ അടിയൊക്കെ മൊത്തം പോവും. നീ ആരെ പേടിപ്പിക്കണേ? നിനക്ക് എന്തിന്റെ കഴപ്പാടാ? ഡ്രൈവറാണുള്ള അഞ്ചാല സാറേ. എല്ലാത്തിന്റെ കഴപ്പാടാ. നിനക്ക് 2 പ്രാവശ്യം ഓടിക്കാൻ നിന്റെ മാറൂടാ. അയ്യോ സാറേ, ഞാൻ എന്റെ വണ്ടി ആർക്കും കൊടുക്കൂല കേട്ടോ. ഞാൻ അല്ലാണ്ട് വേറെ ആർക്കും ഓടിക്കാൻ കൊടുക്കും. മനസ്സിലായി. അവനൊന്ന് ഓടിച്ചു പോട്ടെ. സമ്മതിക്കില്ല സാറേ. ബെൻസേ, ഒരു വട്ടം ഒന്ന് കൊടുക്കടാ. ഒന്നുമില്ലെങ്കിൽ ഒരു പോലീസിലടാ. ഞാനൊന്ന് കൊടുക്കാറുണ്ട് സാറേ. ഒന്ന് കൊടുത്തു നോക്കാം. അവൻ ഓടിക്കട്ടെ സാറേ. ഞാനൊന്ന് പുറത്ത് പോരാ. എന്തിനാണ് ഇപ്പൊ പുറത്തു പോണേ? ഇവിടെ ഇരിക്കടാ. കാര്യം പറഞ്ഞു.